എല്ലാവർക്കും ഹിസാന ഉള്ളിലേക്ക് സ്വാഗതം. ഞാൻ ഹിസാന. ഞാൻ ഇന്ന് സോഷ്യൽ സയൻസ് വർക്ക്ഷീറ്റ്സ് ആൻഡ് ആൻസേഴ്സ് ആണ് പോകുന്നത്. അപ്പോഴേ ഇന്ന് സാറ് പുതിയ മണ്ഡലം പഠിപ്പിച്ചു തന്നു. ഏതാണ്? അതെ, വായുമണ്ഡലം അല്ലേ? ആദ്യം നമുക്ക് എന്താണ് വായുമണ്ഡലം എന്ന് നോക്കാം. എന്താണ് വായുമണ്ഡലം? ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് വായുമണ്ഡലം അഥവാ അന്തരീക്ഷം. നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങളെ കൂടാതെ പൊടിപടലങ്ങളും നീരാവിയും അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ എന്താണ് വായുമണ്ഡലം? അതെ, ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് വായുമണ്ഡലം അഥവാ അന്തരീക്ഷം. നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങളെ കൂടാതെ പൊടിപടലങ്ങളും നീരാവിയും അന്തരീക്ഷത്തിലുണ്ട്. What is atmosphere? Atmosphere is a layer of air which protects the earth like a blanket. In addition to gases like nitrogen and oxygen, atmosphere also contains dust particles and water vapor. So, what is atmosphere? Atmosphere is a layer of air which protects the earth like a blanket. In addition to gases like nitrogen and oxygen, atmosphere also contains dust particles and water vapor. ഇനി അടുത്ത ചോദ്യം, അന്തരീക്ഷം നമുക്ക് ഏതെല്ലാം രീതിയിൽ പ്രയോജനപ്പെടുന്നു? What are the uses of atmosphere? അതെ, അന്തരീക്ഷം നമുക്ക് പ്രാണവായു തരുന്നുണ്ട്. പിന്നെ മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പിന്നെ ഹാനികരമായ അൾട്രാവയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്നുള്ള സംരക്ഷണം, സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് required for plants, oxygen, protection from harmful ultraviolet and gamma rays, reason for climate phenomena like rain and snow. ഇതൊക്കെയാണ് അന്തരീക്ഷത്തിന്റെ യൂസസ്. ഇനി സാറ് തന്നത് തുടർ പ്രവർത്തനം. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ പട്ടികപ്പെടുത്തുക. ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് മെത്തേഡ്സ് ടു റെഡ്യൂസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. എന്തൊക്കെ നമുക്ക് ചെയ്യാം? അതെ, പ്ലാന്റ് ട്രീസ്, reduce the use of refrigerants, do not burn plastics, reduce vehicle overuse, control excessive use of pesticides. നമുക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, ശീതീകരണികളുടെ ഉപയോഗം കുറയ്ക്കുക, പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാതിരിക്കുക, വാഹനങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുക, കീടനാശിനിയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കുക. ഇനി നമുക്ക് എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ അഥവാ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് നോക്കാം. എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ? പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടമുണ്ടാക്കുന്നതുമായ പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടമുണ്ടാക്കുന്നതുമായ പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. What is natural disasters? Natural disasters are one such impact. Natural disasters are phenomena that occur naturally and result in heavy loss to life and property of man. Natural disasters are one such impact. Natural disasters are phenomena that occur naturally and result in heavy loss to life and property of man. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായ ഉരുൾപൊട്ടൽ, ലാൻഡ് സ്ലൈഡ് എന്താണെന്ന് നോക്കാം. എന്താണ് ഉരുൾപൊട്ടൽ? കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ.
What is landslide? Landslide is the fast down slope movement of rocks, soil and mud along the steep slopes. Landslide is the fast down slope movement of rocks, soil and mud along the steep slopes. ഇനി നമ്മൾ ഉരുൾപൊട്ടലുണ്ടായാൽ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ഉരുൾപൊട്ടലുണ്ടായാൽ എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക. ചെറിയ കുട്ടികൾ, വൃദ്ധർ, ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവർ എന്നിവരുടെ രക്ഷയ്ക്ക് മുൻഗണന നൽകുക. പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുക. വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. പോലീസ്, ആംബുലൻസ് തുടങ്ങിയ ഏജൻസികളുമായി ബന്ധപ്പെടുക. വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുക. When landslides, move to safer places as early as possible. Give priority to small children, aged people and persons with physical disability during rescue operation. Give first aid to injured people. Be cautious of the possibility of recurrence of landslide. Contact police, ambulance services, etc. Take precautions to avoid electric shock. ഇനി വേറൊരു പ്രകൃതി ദുരന്തമായ വെള്ളപ്പൊക്കം എന്താണെന്ന് നോക്കാം. എന്താണ് വെള്ളപ്പൊക്കം? മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കര കവിഞ്ഞ് ഒഴുകാറുണ്ട്. ഇതാണ് വെള്ളപ്പൊക്കം. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കര കഴിഞ്ഞ് ഒഴുകാറുണ്ട്. അതാണ് വെള്ളപ്പൊക്കം. What is flood? Surplus water during the monsoons causes overflowing of rivers leading to floods. Surplus water during the monsoons causes overflowing of rivers leading to floods. ഇനി നമുക്ക് വെള്ളപ്പൊക്കത്തെ എങ്ങനെ നേരിടാമെന്ന് നോക്കാം. പുഴയോട് ചേർന്ന് പ്രദേശത്ത് വീട് വെക്കരുത്. മഴക്കാലത്ത് പുഴയിൽ ഇറങ്ങരുത്. വയലുകൾ മഴവെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള ഇടമാണ്. അവ മണ്ണിട്ട് മൂടരുത്. തീരത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റണം. വെള്ളം കയറുന്നുവെങ്കിൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് വെള്ളപ്പൊക്കത്തെ നേരിടാം. To tackle floods, do not construct houses very close to rivers. Do not venture into rivers during rainy season. Paddy fields are places for percolation of rainwater. Avoid reclamation. People residing in coastal areas should be more careful during rainy season. Valuables should be shifted to elevated places. Cut off the electric connections if the water level rises. അടുത്തത് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും സംവിധാനങ്ങളും ഏതൊക്കെയാണ്? അതെ, കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. Which are the government departments and systems for the prevention and risk reduction of natural disasters? Kerala Revenue Disaster Management Department, State Disaster Management Authority, Hazard Vulnerability and Risk Assessment Cell, Land and Disaster Management Institute. ഇനി സാറ് തന്നത് തുടർ പ്രവർത്തനം. വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് ഓഫ് മാൻ ദാറ്റ് ലീഡ്സ് ടു എയർ പൊല്യൂഷൻ? അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന മനുഷ്യ പ്രവർത്തനങ്ങൾ എന്തെല്ലാം? നമുക്ക് നോക്കാം. ആൻസർ: gases used in refrigerator, harmful gases from factories,
harmful gases from vehicles, burning of plastics. ഏതൊക്കെയാണ്? അതെ, gases used in refrigerator, harmful gases from factories, harmful gases from vehicles, burning of plastics. ശീതീകരണത്തിനായി ഉപയോഗിക്കുന്ന വാതകങ്ങൾ, ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ, വാഹനങ്ങളിലെ പുക, പ്ലാസ്റ്റിക് കത്തിക്കുന്നത്. ശീതീകരണത്തിനായി ഉപയോഗിക്കുന്ന വാതകങ്ങൾ, ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ, വാഹനങ്ങളിലെ പുക, പ്ലാസ്റ്റിക് കത്തിക്കുന്നത്. ഇനി സാറ് തന്ന വേറൊരു തുടർ പ്രവർത്തനം. റൈറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ലാൻഡ്സ്ലൈഡ് ആൻഡ് ഫ്ലഡ്. വ്യത്യാസം കുറിക്കുക. എ ഉരുൾപൊട്ടൽ, ബി വെള്ളപ്പൊക്കം. ഇതിന്റെ ഉത്തരം നോക്കാം. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കര കവിഞ്ഞൊഴുകാറുണ്ട്. ഇതാണ് വെള്ളപ്പൊക്കം. Surplus water during the monsoons causes overflowing of rivers leading to floods. Landslide is the fast down slope movement of rocks, soil and mud along the steep slopes. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വർക്ക്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്താണെന്ന ബെല്ലൈക്കൺ നിൽക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.